നമസ്തേ, ഞാൻ ഡോക്ടർ അനുശ്രീ ഫ്രം ലീലാജനി ആയുർ കെയർ. ഈ വർഷത്തെ കർക്കിടകം ഇനി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ജൂലൈ 16 കർക്കിടക മാസം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിട്ട് കർക്കിടകത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. കർക്കിടകം എന്ന് പറയുന്ന ഒരു പുണ്യമാസ കാലം കൂടെയാണ്. അതോടൊപ്പം തന്നെ ആയുർവേദത്തിൽ വളരെ വർഷങ്ങൾ കൊണ്ട് തന്നെ നമ്മളുടെ ശരീരത്തിൻ്റെ ബലത്തെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടും നമ്മളുടെ ടോക്സിൻസിനെ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ടും കർക്കിടക ചികിത്സ നടത്തി വരുന്നുണ്ട്. എന്താണ് ഈ കർക്കിടക ചികിത്സയുടെ പ്രയോജനം എന്നുള്ളതിനെ പറ്റി ഒന്ന് നോക്കാം. കർക്കിടകം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്ലൈമാറ്റിക് ചേഞ്ച് നടക്കുന്ന ഒരു ടൈമാണ്. അതായത് ഒരു വേനൽക്കാലത്ത് നിന്ന് പെട്ടെന്നുള്ള തണുപ്പിലേക്കുള്ള ഒരു കാലാവസ്ഥാ വ്യതിയാനമാണ് ഈ കർക്കിടകത്തിൽ സംഭവിക്കുന്നത്. ആയുർവേദത്തിൽ ഈ ഒരു സമയത്തിനെ പറയുന്നത് ഋതുചര്യ എന്നാണ്. ഒരു ഋതുവിൽ നിന്ന് മറ്റൊരു ഋതുവിലോട്ട് മാറുന്ന ഒരു ടൈം, പ്രത്യേകിച്ച് ഈ ഒരു സമയക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക അസുഖങ്ങളും വന്നു ചേരുന്ന ഒരു സമയമാണ്. അത് മാത്രമല്ല, ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം നമ്മുടെ ശരീരത്തിലെ ത്രിദോഷങ്ങൾ, അതായത് വാതപിത്ത കഫങ്ങൾ ഒരു അസന്തുലിതാവസ്ഥയിലോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇതുമൂലം പലതരത്തിലുള്ള അസുഖങ്ങൾ, പ്രത്യേകിച്ച് ഇമ്മ്യൂണിറ്റി കുറയുക, പലർക്കും ശ്വാസം മുട്ടൽ, ദേഹബലം കുറയുന്ന ഒരവസ്ഥ, ആർത്രൈറ്റിസ്, അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന പല പച്ചക്കറികളാവട്ടെ, നമ്മൾ കഴിക്കുന്ന ചോറാവട്ടെ, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ദാല് വർഗ്ഗങ്ങളൊക്കെ എന്തോ ആവട്ടെ, ഇതിനകത്തെല്ലാം കെമിക്കൽസ് അടങ്ങിയിരിക്കുകയാണ്. നമ്മൾ കഴിയുമ്പം ഇതൊക്കെ ഒരു പരിധി വരെ പോകുന്നുള്ളൂ. അപ്പോൾ അത്രയധികം ടോക്സിൻസ് ആണ് നമ്മുടെ ഉള്ളിലോട്ട് പോകുന്നത്. ആഹാരത്തിൻ്റെ അവസ്ഥ അങ്ങനെ. പിന്നെ നമ്മൾ ശ്വസിക്കുന്ന പുക കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡും മറ്റ് കെമിക്കൽ ഏജൻസാണ് നമ്മൾ ശ്വസിക്കുന്നത്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഇന്ന് നമ്മൾ അറിയാതെ തന്നെ അസുഖത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പല രീതിയിലുള്ള ലങ് ക്യാൻസർ ആവട്ടെ, കിഡ്നി ഇഷ്യൂസ് ആവട്ടെ, കാർഡിയാക് ഇഷ്യൂസ് ആവട്ടെ, അങ്ങനെ ഒരുപാട് അസുഖങ്ങളാണ്. കേൾവി പോലും ഇല്ലാത്ത അസുഖങ്ങൾ കൂടെ വന്നു ചേരുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യണം. അതിപ്പോൾ നമ്മുടെ വീടാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എന്താണ് എല്ലാ ദിവസവും ഒന്ന് തൂത്ത് വൃത്തിയാക്കി നമ്മൾ വെക്കാറുണ്ട്. നമ്മളുടെ വീട്ടിലെ എക്യുപ്മെൻറ്റ്സ്, അത് AC ആവട്ടെ, TV ആവട്ടെ, കാർ ആവട്ടെ, എല്ലാത്തിനും നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ശരീരത്തിന് നമ്മൾ ഈ സർവീസ് കൊടുക്കുന്നില്ല എന്നല്ല, ഒരുപാട് പേര് കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മുടെ ശരീരത്തിനെ ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. പുറമേ ഉള്ള ക്ലീനിങ് മാത്രമല്ല ഇതിനാവശ്യം, നമുക്ക് അകമേയുള്ള ഡീടോക്സിഫിക്കേഷൻ തെറാപ്പീസും ആവശ്യമാണ്. അപ്പം ആദ്യമായിട്ട് നമ്മൾ ഈ കർക്കിടക ചികിത്സ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ടോക്സിൻസിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓരോ ഓർഗൻസിനെയും അത് ക്ലെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. മറ്റൊന്നെന്ന് പറയുമ്പോൾ ക്ലെൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബോഡി റെജുമിനേറ്റ് ആകപ്പെടുന്നുണ്ട്. റെജുമിനേറ്റ് ചെയ്യുമ്പോഴെന്ന് പറയുന്നത് നമുക്ക് ഈ ജരാനരകളെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും നമ്മുടെ യുവത്വം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും ഒരു അസുഖം ഇല്ലാത്ത ആൾക്ക് പോലും ചെയ്യാവുന്ന ഒരു ചികിത്സയാണ് ആയുർവേദ ചികിത്സ. കൃത്യമായിട്ടുള്ള ഡോക്ടറിൻ്റെ മേൽനോട്ടത്തിൽ നമ്മൾ ചികിത്സ എടുക്കണമെന്ന് മാത്രമേ ഇതിനകത്ത് നിർബന്ധിക്കാനുള്ളൂ. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഡൈജസ്റ്റീവ് ഫയറിനെ ഇമ്പ്രൂവ് ചെയ്യുക. നമുക്കറിയാം ഒട്ടുമിക്ക അസുഖങ്ങളും വരുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് ഫയറിന് ഒരു ഇംബാലൻസ് വരുമ്പോഴാണ്. എന്നാൽ മാത്രമാണ് നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം കൃത്യമായ രീതിയിൽ പാചനം നടന്ന് ഡൈജഷൻ നടന്ന് കൃത്യമായ നമ്മുടെ ഓർഗൻസിലെല്ലാം അതിൻ്റെ എസൻസ് എത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ വാതപിത്ത കഫങ്ങളെയെല്ലാം ബാലൻസ് ചെയ്യിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ദേഹബലം കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിന്, ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിന് ഒക്കെ കർക്കിടക ചികിത്സ ആവശ്യമാണ്. കർക്കിടക ചികിത്സയെ പറ്റി പറയുമ്പോൾ നമ്മൾ ശരീരത്തിന് മാത്രമല്ല നമ്മൾ ഇവിടെ ഒരു ചികിത്സ കൊടുക്കുന്നത്, മനസ്സിനും കൂടെയാണ്. നമ്മളുടെ ഇന്നത്തെ ഒരു ദൈനംദിന ജീവിതത്തിൽ പ്രത്യേകിച്ച് എല്ലാവർക്കും സ്ട്രെസ്, ടെൻഷൻ, ആൻസൈറ്റി, ഡിപ്രഷൻ തുടങ്ങിയ ഒരുപാട് അസുഖങ്ങളിലേക്കും കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇതുമൂലം തന്നെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ അസുഖങ്ങളും നമ്മളിലോട്ട് എത്തിച്ചേരുകയാണ്. പണ്ട് കാലത്ത് ഇതൊക്കെ ഒരു 60 വയസ്സിലാണ് വരുന്നതെങ്കിൽ ഇന്ന് ഇതിപ്പോൾ ഒരു 30s തന്നെ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അസുഖങ്ങളെയൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആയുർവേദ ചികിത്സ ചെയ്യാവുന്നതാണ്. ആയുർവേദ ചികിത്സയെ പറ്റി പറയുമ്പോൾ നമുക്ക് അകത്തേക്ക് മരുന്നുകൾ കഴിക്കാനും നമ്മൾക്ക് വിരേചനം പോലുള്ള ട്രീറ്റ്മെൻറ്റ്, അതായത് വയറിളക്കി കളയുക, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ സർക്കുലേഷൻ കൂട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള വിവിധ തരം കിഴികൾ, പിഴിച്ചിൽ, നമ്മുടെ സ്ട്രെസ്, ആൻസൈറ്റി, ഹൈപ്പർ ടെൻഷനൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന ശിരോധാരകൾ, പിന്നെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലൊക്കെ ഒരുപാട് നേരം നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ കണ്ണുകളെ റെജുമിനേറ്റ് ചെയ്യുന്ന നേത്രതർപ്പണം പോലുള്ള ചികിത്സകൾ ഒക്കെ നമുക്ക് ഈ സമയത്ത് ചെയ്യാവുന്നതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയെ റെജുവിനേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യമാണ്. അതിന് നമ്മൾ സമയം കണ്ടെത്തുക തന്നെ ചെയ്യണം. ഈ ഒരു കർക്കിടകം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുമെന്ന് കരുതിയിട്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.